UDF അധികാരത്തിൽ വന്നാൽ എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന DCC അധ്യക്ഷന്റെ പ്രസ്താവനയിൽ കോൺഗ്രസിൽ തർക്കം. മുഹമ്മദ് ഷിയാസിനെ തള്ളി ജില്ലയിലെ മുതിർന്ന നേതാക്കൾ രംഗത്തെത്തി. ഇതോടെ പ്രസ്താവന തിരുത്തി DCC അധ്യക്ഷൻ തടി തപ്പി. അധികാരത്തിലെത്തും മുൻപേ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയാണ് എറണാകുളത്തെ കോൺഗ്രസിൽ ചർച്ച. VD സതീശനെ പിന്തുണച്ച് എറണാകുളം ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി വേണമെന്ന DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ വാക്കുകളാണ് പുതിയ പോർമുഖം തുറന്നത്. ഷിയാസിനെതിരെ കടുത്ത വിമർശനവുമായാണ് ജില്ലയിലെ നേതാക്കൾ രംഗത്തെത്തിയത്. ഷിയാസിന്റെ പ്രസ്താവന അപക്വമെന്നായിരുന്നു K. ബാബുവിന്റെ പ്രതികരണം. വ്യക്തിപരമായി അഭിപ്രായം ഉണ്ടെങ്കിൽ അതാണോ പാർട്ടിയുടെ തീരുമാനം? ഇപ്പം അത് വളരെ ഒരു പ്രീമച്യൂർഡായിട്ടുള്ളൊരു അത്തരം കാര്യങ്ങൾ പ്രീമച്യൂർഡാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് പ്രാദേശിക തലത്തിലല്ലെന്നും അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടെന്നും KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് തുറന്നടിച്ചു. അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് AICC ആണ്. AICC അത് തീരുമാനിക്കും. അല്ലാതെ ഇവിടെ ലോക്കലായിട്ട് കേരളത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിലുള്ളവരോ ഒന്നുമല്ല അത് തീരുമാനിക്കേണ്ടത്. അത് കേന്ദ്ര നേതൃത്വമായിരിക്കും തീരുമാനിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ടതോടെ ഒടുവിൽ DCC അധ്യക്ഷൻ തന്നെ തിരുത്തലുമായി രംഗത്തെത്തി. AICC ആണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും മറ്റു പ്രസ്താവനകൾക്ക് പ്രസക്തിയില്ലെന്നും ഷിയാസ് പ്രതികരിച്ചു. കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായ രൂപീകരണം നടത്തി ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. ആ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ അംഗീകരിക്കും. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന നേതൃത്വം. ഇത്തരം ചർച്ചകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് നൽകിയിട്ടുള്ളത്. ന്യൂസ് മലയാളം, കൊച്ചി.